എന്താണെന്ന് മനസ്സിലാക്കി വേണ്ടാത്തത് എന്താണെന്ന് മനസ്സിലാക്കി രണ്ടിലൊരു വകതിരിവ് വെച്ച് വേണ്ടതിനെ സ്വീകരിക്കാനും വേണ്ടാത്തതിനെ ഉപേക്ഷിക്കാനും ഒരു വകതിരിവുണ്ടാവണം. അതും പ്രധാനമാണ്. ഇത് രണ്ടുമില്ല ആളാണ് ഉദ്ധവരുടെ യോഗ്യത മനസ്സിലായില്ലേ? ഇതാണ് ഉദ്ധവരുടെ പ്രത്യേകത. ഈ ഉദ്ധവരെ എങ്ങനെയൊക്കെ നമ്മൾ യോഗ്യതയും പഠിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മഹിമയും പറയുമ്പോഴും അദ്ദേഹത്തിന്റെ ഒരു രൂപം നമുക്ക് കിട്ടിയിട്ടില്ല. ആളെങ്ങനെയാണെന്നൊരു രൂപരേഖ കിട്ടിയില്ല. അത് ഇനിയും കുറച്ചും കൂടി മുമ്പിലേക്ക് പോയാൽ നമുക്ക് കിട്ടും. ഗോപികമാരാണ് അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോ പിടിച്ചത് വഴിയിൽ വെച്ചിട്ട്. അങ്ങനെ ആ നന്ദഗോപഗ്രഹത്തിലേക്ക് അദ്ദേഹം ദൂതനായിട്ട് വന്ന സമയത്ത് ഗോപികമാര് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ഇറങ്ങി പുറപ്പെടുന്നത് വഴിയിൽ വെച്ചിട്ട് ഉദ്ധവരെ ഈ ഗോപികമാര് കണ്ടപ്പം അവരുടെ മതിയിൽ ഫോട്ടോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്നിപ്പോ ഒരു രണ്ടാമത് പറഞ്ഞ മാതിരി തോന്നും. അങ്ങനെയല്ല, അദ്ദേഹത്തിന്റെ ഒരു ശരിയായ ചിത്രം നമുക്ക് കാണാൻ പറ്റുക ഈ ഗോപികമാര് കണ്ട കണ്ണെ കൂടി നോക്കിയാലേ കാണാൻ പറ്റും. ഗോപികമാര് അദ്ദേഹത്തെ കുറിച്ച് കാണുമ്പോൾ പറയും, അത് എന്താല്ലേ ആ വന്ന ആളെ ആരാത്, എന്തൊരു കേമനാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത. ഗോപികമാരിങ്ങനെ പറയണേ, ഇദ്ദേഹം ഏതൊരു യോഗ്യനാണ്, ആരായി, ഭഗവാന്റെ അതേ വേഷമാണല്ലോ, അതേ സമ്പ്രദായമാണല്ലോ, അതേ അലങ്കാരമാണല്ലോ, എങ്ങനെയാ അദ്ദേഹത്തെ എവിടുന്നാ വന്നത്, എങ്ങനെയാ മനസ്സിലാവുക എന്നൊക്കെ ചോദിക്കുന്നതിലും ഒരു പ്രത്യേക സമ്പ്രദായം. അവിടെ ഈ ഉദ്ധവദൂതന്റെ സമയത്ത് ഗോപികമാര് അദ്ദേഹത്തെ കാണുമ്പോൾ പറയും, അതായത് ഭഗവാന്റെ പ്രസാദ ഭാവം, പ്രസാദദാസനായ അദ്ദേഹം ഭഗവാന്റെ അതേ വീച്യദർശന എന്നൊക്കെയാ പറയുക. അദ്ദേഹത്തിന്റെ കുണ്ടലങ്ങളെ കുറിച്ചൊക്കെ പറയും. മണിമൃഷ്ട കുണ്ടലൊക്കെ നല്ല ഒന്നാന്തരം കമ്മലൊക്കെ ഇട്ട് മാലയൊക്കെ ചാർത്തി, താമരപ്പൂമാലയും ചാർത്തി, മഞ്ഞപ്പട്ട പീതാംബരം പുഷ്കരമാലിനം ലസന്മുഖാരവിന്ദം മണിമൃഷ്ട കുണ്ടലം ആണ്. എന്താ ഇതിന്റെ വേഷഭൂഷകൾ പറയുക. അവർ ചോദിക്കും, അവരിങ്ങനെ ചിന്തിച്ചു, ആരെ ഈ വന്നിരിക്കണ മഹാൻ അച്യുത വേഷഭൂഷണ, ഭഗവാന്റെ വേഷവും ഭഗവാന്റെ അലങ്കാരവും ഒക്കെയാണല്ലോ അദ്ദേഹത്തിന് ഇരിക്കുന്നത്. ആരൊക്കെ അദ്ദേഹം എന്ന് ചോദിച്ചിട്ട് അവരെ അദ്ദേഹത്തെ കാണുന്ന ഒരു സമ്പ്രദായത്തിലാണ് യുദ്ധവര് മഹായോഗ്യനാണെന്നുള്ളൊരു വർണ്ണചിത്രം നമ്മൾക്ക് അദ്ദേഹത്തെ കുറിച്ച് വർണ്ണിച്ച് രൂപപ്പെടുത്തിയ ചിത്രം നമ്മൾക്ക് കിട്ടുന്നത്. ആ ഉദ്ധവരാണ് ഭഗവാന്റെ ഈ മുമ്പിൽ വന്ന് നിന്ന് തൊഴുന്നത്. ഈ ഉദ്ധവയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഈ ഭാഗവതത്തിൽ അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന സമയത്ത് ബുദ്ധിസത്തമനാണെന്നൊക്കെയുള്ള പരാമർശങ്ങളൊക്കെ കേട്ടു. ഇത് ഭാഗവതത്തിൽ മാത്രമല്ല, മഹാഭാരതം ഗ്രന്ഥത്തിലും ഈ ഭഗവാനെ വർണ്ണിക്കുന്ന സമയത്ത് ഭഗവാന്റെ കൂടെ ഉള്ളവരെ കുറിച്ച് പറയുമ്പം ഉദ്ധവരെ കുറിച്ച് പറയും. ആ ഉദ്ധവരെ കുറിച്ച് പറയുന്ന സമയത്തും ഈ ഉദ്ധവരുടെ ആ പരിചയപ്പെടുത്തുന്ന സമയത്തൊക്കെ ഉദ്ധവരെ ബുദ്ധിസത്തമനാണെന്നൊരു പ്രയോഗം അവിടെയും കാണാനുണ്ട്. ഇവിടെ മഹാഭാരതത്തില്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഭാഗവതത്തിൽ കാണുന്നുണ്ട്, അതുപോലെ തന്നെ മഹാഭാരതത്തിലും കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ അർത്ഥം ഇതൊരു അദ്ദേഹത്തിന്റെ ഒരു മാറ്റമില്ലാത്ത സ്വഭാവമാണ്. എല്ലാവർക്കും അദ്ദേഹം ഈ മട്ടിലാണ് പ്രകാശിച്ചിരിക്കുന്നത്. ഒരു ചിലപ്പം ഇങ്ങനെയും ചിലപ്പം അങ്ങനെയും എന്നൊരു മട്ടൊന്നും അദ്ദേഹത്തിന് ഇതിന് ഉറച്ച മട്ടില് ബുദ്ധിയുടെ പ്രഭാവം, വിവേകം, ഭഗവാന്റെ മഹിമ മനസ്സിലാക്കാനും അല്ലാത്തതിനെ കളയാനുമുള്ള വകതിരിവൊക്കെ ഉള്ള ഒരു യോഗ്യനാണ് ഉദ്ധവര് എന്ന് പറയാനും കൂടിയാണ് ഇത്രയും പറഞ്ഞത്. ആ ഉദ്ധവരാണ് ഭഗവാൻ പോകുകയും തൻ്റെ അവതാര കഥകളൊക്കെ മതിയാക്കി സ്വധാമത്തിലേക്ക് മടങ്ങി പോവുകയാണ്. അങ്ങനെ സ്വധാമത്തിലേക്ക് മടങ്ങി പോകാനായിട്ട് പുറപ്പെട്ട സമയത്ത് ദേവന്മാരൊക്കെ വന്ന് ഭഗവാനെ നമസ്കരിച്ചു. എന്നിട്ട് അവർ പറയുകയും ചെയ്തു, ഭഗവാനെ അങ്ങനെ ഞങ്ങൾ നാഥ നമസ്കരിക്കുകയാണ്. അത് അരവിന്ദ് ബുദ്ധീന്ദ്രിയ പ്രാണ മനോവചോഭി, അങ്ങനെ ഞങ്ങൾ ശരീരവാൻ മനസ്സുകളെ കൊണ്ട് അങ്ങനെ നമസ്കരിക്കുകയാണ്. ഭൂമിയിൽ വന്ന് അനവധി കാലം അങ്ങനെ അവിടെ ഇരുന്ന് ഭൂഭാരം തീർത്തു, ലോകത്തെ അനുഗ്രഹിച്ചു. ഇനി അങ്ങനെ എന്ത് വേണം? ഇവിടുത്തെ കഥകളൊക്കെ നേടിയായി വൈകുണ്ഠത്തേക്ക് മടങ്ങി വന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് നമസ്കരിക്കുന്ന സമയത്ത് ഈ ഭഗവാൻ പറഞ്ഞു, ഞാൻ വരുന്നുണ്ട്, സംശയ മടങ്ങി പോരാറായി, അതുകൊണ്ട് ലേശം പണിയും കൂടി ഉണ്ട് എനിക്ക്, അതുകൂടി തീർത്തിട്ട് വരാം എന്ന് പറഞ്ഞ ദേവന്മാരെ അനുഗ്രഹിച്ച ബ്രഹ്മാദി ദേവന്മാരെ പറഞ്ഞയച്ച സമയത്ത് ഭഗവാൻ ചിന്തിച്ച് അവർ ലേശം പണി എന്ന് പറയുന്നതാണ് പിന്നീട് ഉണ്ടായത്. അങ്ങനെ ഭഗവാൻ പോവുകയി എന്ന് കണ്ടപ്പം ആർക്കും മനസ്സിലായില്ല പോവുകയി എന്ന്. നാരദ മഹർഷി ഇത് മനസ്സിലാക്കിയിട്ട് ഭഗവാൻ പോയി അപ്പം പണ്ടത്തെ മാതിരി വരാനും തൊഴാനും കാണാനും പറ്റില്ലല്ലോ എന്ന് കണക്കാക്കിയിട്ട് ഒന്ന് വന്നു. കുറച്ച് ദിവസം ദ്വാരകയിൽ വന്ന് താമസിച്ച് ഭഗവാനെ ഉപാസിച്ച് അവിടെ കഴിച്ചു കൂട്ടി. അത് കഴിഞ്ഞ് അദ്ദേഹം പോയപ്പോഴാണ് ഈ
ഉദ്ധവന്റെ കാര്യം മനസ്സിലാക്കിയിട്ട് ഭഗവാന്റെ അടുത്ത് വന്ന് നമസ്കരിച്ചു. ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ അങ്ങ് പൊതുവെന്ന് മനസ്സിലായി. എന്താ വെച്ചാൽ ഈ വിപ്രശാപം സമർത്ഥോപി പ്രത്യഹന്ന യതീശ്വര, അതാണ്ടായത്. ഈ വിപ്രശാപം എന്ന് പറഞ്ഞിട്ട് ഇരുമ്പലയ്ക്ക് കാരണം വംശം നശിച്ചു പോട്ടെ എന്ന ശാപം അങ്ങക്ക് വേണമെങ്കിൽ ഇല്ലാതെ കണ്ടാക്കാറുണ്ടോ? അങ്ങ് അത് ചെയ്തില്ല. അതിന്റെ അർത്ഥം എന്താ? അങ്ങക്ക് ഇഷ്ടപ്പെട്ടതാണ് അത് നല്ല അർത്ഥം. അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, അങ്ങ് പോവാറായി എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അപ്പം അതുകൊണ്ട് അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ശരിയാ, ഞാൻ ഇവിടെ പോകാൻ പുറപ്പെടണം. അങ്ങനെയത് മനസ്സിലായില്ലേ? നന്നായി. അപ്പോൾ ഭഗവാനോട് പറഞ്ഞു, അങ്ങ് പോവുകയാണെങ്കിൽ അങ്ങ് പോകുമ്പോൾ എന്നെയും കൂടെ കൊണ്ടുപോകണം. എന്താ വെച്ചാൽ അങ്ങ് ഇല്ലാതെ എനിക്ക് ഇവിടെ കഴിച്ചു കൂട്ടുക വിഷമാണ് എന്ന് പറഞ്ഞു. അപ്പം ഭഗവാൻ പറഞ്ഞു, ഏയ് അത് ചെയ്യില്ല. എന്താ കാരണം? അങ്ങ് ഇവിടുന്ന് പോരാൻ പാടില്ല. ഞാൻ പോവും, ഉറപ്പാണ്. ഇന്നേക്ക് 7ാമത്തെ ദിവസം ദ്വാരക വെള്ളത്തിൽ മുങ്ങിപ്പോവും. ഞാൻ ഇവിടുന്ന് പോവുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് അങ്ങ് എന്ത് ചെയ്യരുത്? ഈ ദ്വാരകയിൽ കഴിച്ചു കൂട്ടരുത്. എന്തോ വേണം? അങ്ങ് ഞാൻ എൻ്റെ എന്ന ബുദ്ധി അഹന്താമതകളെ ഉപേക്ഷിച്ച് ലോകത്തിൽ സർവത്ര സഞ്ചരിച്ചോ.